സിനിജി ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ബംഗ്ലാദേശ് വലിയ തന്ത്രങ്ങൾ മെനയുന്നു. മോദിയെ തീർക്കാനായി ഡീപ് സ്റ്റേറ്റുമായി ഒരു കൂട്ടുകെട്ട് ബംഗ്ലാദേശ് തയ്യാറാക്കിയിരുന്നു. ആ തന്ത്രങ്ങൾ എവിടെയൊക്കെയോ പൊളിഞ്ഞു എന്നൊക്കെയാണ് പലരും പറയുന്നത്. സത്യത്തിൽ മോദിയെ തീർക്കാൻ ബംഗ്ലാദേശ് അത്തരത്തിൽ ഡീപ് സ്റ്റേറ്റുമായി ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരുന്നു. തീർച്ചയായിട്ടും ഈ മഹ്ഫൂസ് അലം 29 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയാണ് ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിച്ച കലാപത്തിൻ്റെയൊക്കെ ഒരു സൂത്രധാരൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന മഹ്ഫൂസ് അലമിൻ്റെ പിന്തുണയിലാണ് ഇപ്പോൾ ഈ പറയുന്ന മുഹമ്മദ് യൂനിസ് അവിടുത്തെ ചീഫ് അഡ്വൈസറായി വന്നത്. അതായത് പ്രധാനമന്ത്രിക്ക് തുല്യമായ പദവിയിലേക്ക് വരുന്നത്. ഇപ്പോൾ അവിടെ ഹിന്ദുക്കൾക്കെതിരെ വലിയ ആക്രമണം, ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു, ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ മഹ്ഫൂസ് ആലം ആയപ്പോൾ ഇയാൾ ആരാണ് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇയാൾ കൃത്യമായിട്ട് ഈ CIA ഒരു ട്രെയിൻഡ് ഏജൻറ്റാണ്. അതായത് അമേരിക്ക വളർത്തിക്കൊണ്ട് വന്ന ഒരു ഏജൻ്റായിരുന്നു ഈ പറയുന്ന മഹ്ഫൂസ് അലം. ഇയാളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളെല്ലാം അവിടെ നടന്നതും തുടർ പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്നാൽ ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ ഉപദേശകൻ ഈ വിദ്യാർത്ഥിയുമായിട്ട്, അതായത് ഇയാൾക്ക് അവിടുത്തെ ഒരു മന്ത്രി പദവി, അതായത് മുഹമ്മദ് യൂനിസിൻ്റെ അഡ്വൈസർ എന്നാണ് മഹ്ഫൂസ് അലമിന് കൊടുത്തിരിക്കുന്ന പദവി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മന്ത്രിക്ക് തുല്യമാണ്. ഇയാളെയും കൊണ്ട് നേരെ അമേരിക്കയിൽ ചെല്ലുന്നു. അമേരിക്കയിൽ ക്ലിൻ്റൺ എന്ന് പറയുന്ന മുൻ പ്രസിഡന്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തെയൊക്കെ കൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ പറയുകയാണ് ഇയാൾ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ആളല്ല, വളരെ മിടുക്കനായ വളരെ ഗംഭീരനായ ഒരു കക്ഷിയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ക്ലിൻ്റണുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ അവിടെ സംഘടിപ്പിച്ചിരുന്നു. ഈ ഫംഗ്ഷനിൽ സംബന്ധിക്കാനായിട്ടാണ് ഇവർ അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ക്ലിൻ്റൺ ഉണ്ട്, അതുപോലെ ക്ലിൻ്റൻ്റെ ഭാര്യ ഹിലരി ക്ലിൻ്റൺ ഉണ്ട്, അതുപോലെ തന്നെ ജോ ബൈഡൻ, ബറാക്ക് ഒബാമ, അതുപോലെ തന്നെ ഇന്ത്യൻ വംശജയായ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു കമലാ ഹാരിസ്. ഇവരെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിൻ്റെ ആളുകളാണ്. അപ്പം ഈ ക്ലിൻ്റണുമായി ബന്ധപ്പെട്ട ഒരു ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണല്ലോ വന്നത്. അപ്പോൾ ഇയാളെ എന്തിനാണ് പരിചയപ്പെടുത്തി കൊടുത്തത്? ഭയങ്കര സംശയമാണ്. മഹ്ഫൂസ് അലമിനെ പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ഇയാൾക്കും ഡീപ് സ്റ്റേറ്റുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് യൂനിസിനെ 2006 നോബൽ സമ്മാനം കിട്ടുന്നത് സമാധാനത്തിന്. ആ 2006 കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഈ ഡീപ് സ്റ്റേറ്റും ഈ മുഹമ്മദ് യൂനിസും തമ്മിൽ നല്ല ബന്ധമാണ് പുലർത്തുന്നത്. ഇപ്പം എന്താ പറയുന്നത് വെച്ചാൽ ഈ വ്യക്തി ഇപ്പോൾ തൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചു. അതിൽ ഇന്ത്യയിലെ 3 സ്റ്റേറ്റിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം ത്രിപുര, അതുപോലെ തന്നെ ഒഡീഷ, ബംഗാൾ തുടങ്ങിയ സ്റ്റേറ്റ്, ആസം തുടങ്ങിയ സ്റ്റേറ്റുകളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിശാലമായ ബംഗ്ലാദേശ് സൃഷ്ടിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതാണ് അവരുടെ ശ്രമം. അപ്പോൾ ഇന്ത്യയെ വന്ന് ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യാനായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരായ തീവ്രവാദ നിലപാടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവർ വന്ന് ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യും. കാരണം എന്താ, ഇന്ത്യയിലെ കുറച്ച് സ്റ്റേറ്റ് വേണം. ഇവരുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒഡീഷ, മേഘാലയ, ത്രിപുര, മണിപ്പൂർ, ജാർഖണ്ഡ്, നാഗാലാൻഡ് തുടങ്ങിയ സ്റ്റേറ്റുകളെല്ലാം കൂടെ പിടിച്ചെടുത്ത് ഒന്ന് വിപുലമാക്കണമെന്നുള്ള പ്ലാൻ. അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഏതാണ്ട് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയെന്ന് പറയാം. കൃത്യമായിട്ട് പറഞ്ഞാൽ 1998 ഇങ്ങനെ ബംഗ്ലാദേശികൾ കൂട്ടമായി ഇന്ത്യയിലേക്ക് വരുന്നതിനെക്കുറിച്ചും അന്നത്തെ പ്രസിഡന്റിന് ഒരു മുന്നറിയിപ്പ് കിട്ടി. അന്ന് പ്രസിഡന്റ് ആയിരുന്നത് KR നാരായണനായിരുന്നു. ഈ KR നാരായണന് ആസാമിലെ ഗവർണറായിരുന്ന മുൻ ലഫ്റ്റനന്റ് ജനറൽ കൂടിയായിരുന്ന SK സിൻഹ ഒരു കത്തെഴുതി. അതായത് ഇന്ത്യയിലേക്ക് ഈ ബംഗ്ലാദേശികൾ അനധികൃതമായി കുടിയേറുന്നതിൻ്റെ കാരണം വിശാല ബംഗ്ലാദേശ് എന്നൊരു സ്വപ്നവുമായിട്ടാണ്. അപ്പോൾ എത്രയോ കാലം മുമ്പ് ഇവർ ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് വന്നു. ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണകൂടം വീക്ഷിക്കുന്നുണ്ടായിരുന്നു, ഇന്ത്യൻ ആർമി വീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ വീക്ഷിക്കുന്നു. ഇപ്പോൾ തുടർച്ചയായിട്ട് ബംഗാളിൽ, നമുക്കറിയില്ല, ബംഗാളിലെ പല ജില്ലകളും ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അതിൻ്റെ കാരണം ഈ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി ഇങ്ങനെ കുടിയേറി വരുന്ന ആൾക്കാരാണ്. ഇവർക്കെല്ലാം തന്നെ CPM, ഒരു കാലത്ത് ബംഗാളിൽ അടക്കി ഭരിച്ചത് CPM ആയിരുന്നില്ലേ, അവർക്ക് റേഷൻ കാർഡ് കൊടുക്കുന്നു, ആധാർ കാർഡ് കൊടുക്കുന്നു, മറ്റ് സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ആ നാട്ടുകാരാക്കുന്നു. ഇതിനുശേഷം CPMനെ തള്ളി മമതാ ബാനർജി വരുന്നു. മമതയും ഇതേപോലെ തന്നെ മുസ്ലിം പ്രീണനം നടത്തുന്നു. അങ്ങനെ വൻതോതിൽ ഈ ബംഗ്ലാദേശികൾ ഈ ബംഗാളിലുണ്ട്. ഈ ബംഗാളികളെ കൃത്യമായിട്ട് ഇന്ത്യ മോണിറ്റർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ CAA നടപ്പാക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായില്ല അതിൻ്റെ കാരണം? അതായത് ഇന്ത്യൻ പൗരത്വം കൊടുക്കണം. അപ്പം ബംഗ്ലാദേശികളെല്ലാം എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഓടിക്കണം. അപ്പം നിലവിൽ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശികളെ ഓടിക്കാനായിട്ട് ശ്രമം നടത്തുന്നു. എന്തിനാ? ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ പോലും പല സ്കൂളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശികളാണ്. അപ്പോൾ അവർ ഈ നാട്ടിലേക്ക് വരികയും ഈ മാഫിയകൾക്ക്, അതായത് ഈ ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ ഉണ്ടാക്കിക്കൊടുക്കുന്ന മാഫിയകളാണ്. ഈ മാഫിയകളെ സഹായിക്കുന്ന CPM തൃണമൂലും പോലെയുള്ള പാർട്ടികളായിരുന്നു. അവരെന്തെടുത്തു, ഇവർക്ക് അനധികൃതമായിട്ട് സഹായം ചെയ്യുകയും ഇവർക്ക് റേഷൻ കാർഡ് ഒപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ സ്കൂളിൽ നിന്ന് ഇനി പുറത്താക്കണമെന്നാണ് സർക്കാരിൻ്റെ ഒരു നയപരമായ തീരുമാനം. അപ്പം നരേന്ദ്രമോദി സർക്കാർ കൃത്യമായ ചില പ്ലാനുകൾ നടപ്പാക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന്
പുറത്താക്കാനായി ഒരു വലിയ തന്ത്രങ്ങൾ പലരും മെനഞ്ഞിരുന്നു, അതിന് ഡീപ് സ്റ്റേറ്റിന്റെ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല മോദിയെ അധികാരത്തിൽ നിന്ന് ഇറക്കാനായി പല തന്ത്രങ്ങൾ ഇവർ ഒരുമിച്ചിരുന്ന് മെനഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് ഏത് തരത്തിലായിരിക്കും ഇന്ത്യ അറിഞ്ഞാൽ ബംഗ്ലാദേശിനുണ്ടാവുന്ന പണി? അതായത് ഇപ്പോൾ ഈ പറയുന്ന ഞാൻ പറഞ്ഞ മഹഫൂസ് അലാം അയാൾ പറഞ്ഞേക്കുന്നത് 1975 വീണ്ടും ആവർത്തിക്കേണ്ട സമയമായി. അപ്പോൾ 1975 എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. 1975 അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ എന്ന് വിളിക്കാവുന്ന മുജീബുർ റഹ്മാനുണ്ട്. ഈ മുജീബുർ റഹ്മാനെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള 18 പേരെയും ക്രൂരമായിട്ട് അവിടെ കൊലപ്പെടുത്തി. എന്ന് വെച്ചാൽ വലിയൊരു അട്ടിമറി അവിടെ നടത്തി. ആ അട്ടിമറിക്ക് തുല്യമായ ഒരു അട്ടിമറി ഇപ്പോഴും നടത്തണം. അതിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ മകളായ ഷേഖ് ഹസീനെ ഈ 2024 ഒരു കാരണവുമില്ലാതെ അവരെ അട്ടിമറിക്കുന്നത് അല്ലേ. ഇതിൻ്റെ കാരണം ആരാ? ഡീപ് സ്റ്റേറ്റാണ്. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് വൻതോതിൽ പണം ഇറക്കിയിട്ട് മുഹമ്മദ് യൂൻസ് എന്ന് പറയുന്ന ഒരാളിനെ മുന്നിൽ നിർത്തി കൃത്യമായി കളിക്കുന്നു. അതിന് മുഴുവൻ ചുക്കാൻ പിടിച്ചത് മഹ്ഫൂസ് അലം എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി നേതാവാണ്. അപ്പോൾ വിദ്യാർത്ഥി നേതാവാണെന്ന് പറയുന്നെങ്കിലും ഇയാൾ കൃത്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു എന്താ പറയുന്നത് ചാരനാണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നടപ്പാക്കണോ അതെല്ലാം നടപ്പാക്കുന്നു. അപ്പം 1971 ആ സമയത്ത് പാകിസ്ഥാൻ പട്ടാളം വന്നിട്ട് ബംഗ്ലാദേശികളെ കുറേ പേരെ കൂട്ടക്കൊല ചെയ്തു. ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞാൽ അന്ന് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നത്. ഈ കിഴക്കൻ പാകിസ്ഥാനിലുള്ള സ്ത്രീകളെ കൂട്ടമായും ബലാത്സംഗം ചെയ്യുന്നു, പുരുഷന്മാരെല്ലാം കൊന്നൊടുക്കുന്നു. വലിയ അക്രമം നടന്നപ്പോൾ അവിടുത്തെ മുക്തി ബാഹിനി എന്ന് പറയുന്ന അവിടുത്തെ പ്രദേശത്തെ ആളുകൾ അവിടെ സംഘടിച്ചു. എന്നിട്ട് ഇന്ത്യ എടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ആർമി അവിടേക്ക് അയക്കുന്നു. ആ ഇന്ത്യൻ ആർമി ചെന്നിട്ടാണ് ഒടുവിൽ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. അപ്പോൾ 1971 കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന രാജ്യമായി മാറി. അന്നു മുതൽ നമ്മൾ ഇവിടുന്ന് അവർക്ക് അരിയും മറ്റ് സാധനങ്ങളും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലെ അവസ്ഥ പട്ടിണിയാണ്, ഭക്ഷണമില്ല. നിലവിൽ ഇന്ത്യയോട് ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് അരി തരുമെന്ന് ചോദിച്ചു. അങ്ങനെ 50,000 മെട്രിക് ടൺ അരിയാണ് ആവശ്യപ്പെട്ടത്. ആ പൈസ അതായത് അരി അങ്ങോട്ട് കൊടുക്കാം, പക്ഷേ ഇങ്ങോട്ട് തരാൻ പൈസയില്ല. അപ്പോൾ ഞങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ തരണം. അതായത് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നമ്മൾ സബ്സിഡി നിരക്കിൽ അരിയും ഗോതമ്പും ഒക്കെ നൽകുന്നത് പോലെ സബ്സിഡി നിരക്കിൽ നൽകണമെന്ന് യൂനിസ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റിക്വസ്റ്റ് അയക്കുന്നു. ഇപ്പുറത്ത് ഈ പറയുന്ന യൂനിസിൻ്റെ ഉപദേശകനായ മഹ്മൂദ് യൂനിസ് പറയുന്നു ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്ത് നമ്മൾ വിശാല ബംഗ്ലാദേശ് ഉണ്ടാക്കണം. അപ്പം മനസ്സിലായി, ഒരിടത്ത് പട്ടിണി കൊണ്ട് വലയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മുഹമ്മദ് യൂനിസ് നിൽക്കുന്നു, മറ്റേ വശത്ത് ഡീപ് സ്റ്റേറ്റിൻ്റെ ആളായിട്ട് വന്നിട്ട് ആര് നിൽക്കുന്നു? ഈ വിദ്യാർത്ഥി നേതാവ് നിൽക്കുന്നു. ഇത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇന്ത്യ ശക്തമായ നിലപാടെടുക്കുന്നു. അങ്ങനെ ഡീപ് സ്റ്റേറ്റിൻ്റെ നിലപാടുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും ബംഗ്ലാദേശിന് മേൽ ആധിപത്യം സ്ഥാപിക്കും. ഇപ്പം നമ്മൾ എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവിടെ മ്യാൻമറിൽ നിന്നുള്ള നമുക്കല്ല അരാക്ക ആർമി എന്ന് പറഞ്ഞിട്ട് അവർ ശരിക്കും ബുദ്ധമതക്കാരാണ്. അവർ അവിടെ ചെന്നിട്ട് ഈ ബംഗ്ലാദേശികളെ ഓടിക്കുന്നു. ഏതാണ്ട് 270 കിലോമീറ്റർ സ്ഥലം ഈ അരാക്ക ആർമി പിടിച്ചെടുത്തു. ബാക്കിയുള്ള സ്ഥലം മാത്രമേ ഇനി പിടിച്ചെടുക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പിടിച്ചെടുത്ത് ഇവർ മുന്നേറുന്ന അവർ മുന്നോട്ട് പോട്ടെ എന്ന് നമ്മൾ പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ഈ പറയുന്ന മ്യാൻമറിൻ്റെ കുറച്ച് ഭക്ഷണമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ അരിയൊക്കെ കപ്പലിൽ അവിടെ അയച്ചു കൊടുത്തു. നമ്മൾ അരി അയച്ച് അവിടെ മ്യാൻമറിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ അരാക്ക ആർമി പോയി ആരെ അടിച്ചത്? ബംഗ്ലാദേശിനെ. അപ്പോൾ ഇന്ത്യ ചെയ്തതിനുള്ളൊരു നന്ദി അല്ലെ അങ്ങനെ പറയാം. അപ്പോൾ ഈ നന്ദി പ്രകടിപ്പിക്കുന്നതിന് പരമായിട്ട് അവർ ആക്രമിക്കുന്നു. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഇന്ത്യക്ക് എന്തെടുക്കാം? അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഈ അവരുടെ സൈന്യം എന്ന് പറയുന്നത് ഒരു 40,000 to 50,000 പട്ടാളക്കാരേ ഉള്ളൂ. ഇന്ത്യക്ക് ഒരു 24 മണിക്കൂർ വേണ്ട അവരെ കീഴ്പ്പെടുത്താൻ. പക്ഷേ നമ്മൾ എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. നരേന്ദ്രമോദി അതിനോട് യോജിക്കുന്നില്ല. ഇപ്പോൾ നിലവിലൊരു സാഹചര്യത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ ഏതാണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി വളരെ വലുതാണ്. നമുക്ക് ഓൾറെഡി ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കുറച്ച് ഭീഷണിയൊക്കെ ഉണ്ട്. നമ്മൾ അതുകൊണ്ട് അവരെ നേരിടാനായിട്ട് അതിർത്തിയിൽ സൈന്യത്തേക്ക് നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ബംഗ്ലാദേശിലില്ല. അപ്പോൾ ബംഗ്ലാദേശിൽ അതിർത്തി ഇല്ലാത്ത സ്ഥലത്ത് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരും മറ്റാളുകളും വന്ന് പ്രശ്നമുണ്ടാക്കിയാൽ നമ്മൾ അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ ചൈനയും പാകിസ്ഥാനും കൂടെ ഒരുമിച്ച് നമ്മളെ ആക്രമിച്ചാൽ ഇതൊന്നും സംഭവിക്കണമെന്നല്ല, സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആ കാര്യങ്ങളാണ് ഇപ്പോൾ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലുള്ള ദേശീയ സുരക്ഷാ സമിതി വിലയിരുത്തുന്നത്. ഇതിൻ്റെ റിപ്പോർട്ട് ഈ നരേന്ദ്രമോദിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡീപ് സ്റ്റേറ്റിന് ഇനി ഒരു പടി പോലും മുന്നോട്ട് പോകാനുള്ള അവസരം കൊടുക്കരുതെന്നാണ് ഇന്ത്യയുടെ തീരുമാനം. കൃത്യമായ നിലപാടുകളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു പദ്ധതിയും ഫലിക്കില്ല. അപ്പം കമലാ ഹാരിസ്, ബറാക്ക് ഒബാമ, അതുപോലെ തന്നെ മിഷേൽ ഒബാമ, ഈ ജോ ബൈഡൻ ഇവരെല്ലാം ഉൾപ്പെടുന്ന ജോർജ് സോറോസുമായി കൂട്ടുചേർന്നുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനും നരേന്ദ്രമോദിയെ സ്ഥാനഭ്രഷ്ടനാക്കാനും ഒക്കെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. 1970 മുതൽ പാകിസ്ഥാൻ ഈ ശ്രമങ്ങൾ നടത്തിയതാണ്. ഇപ്പോൾ ബംഗ്ലാദേശിന് ഈ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ വിജിലൻ്റാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ നമ്മുടെ സൈന്യവും സുസജ്ജമാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ കളി നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബംഗ്ലാദേശ് തീർച്ചയായിട്ടും മോദിയോട് കളിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യയോട് കളിച്ചാൽ ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം.